ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം 2 സവാള നീളത്തിലരിഞ്ഞ് ചേർക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഇതിൽ കിടന്ന് നന്നായി വെന്ത് അലിയുന്ന രൂപത്തിലായി വരണം. അതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഉപ്പ് നേരത്തെ ചേർക്കാൻ മറന്നുപോയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാലകൾ ചേർക്കുന്ന സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് നോക്കി വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പം 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഞാൻ വെക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോഴത്തേന് ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ്, ചോറിനും ഒക്കെ പറ്റുന്ന. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.